ദൈവം പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഈ പെട്ടകത്തിൻ്റെ വശത്ത് നീ ഒരു വാതിലുണ്ടാക്കണം. സ്തോത്രം. ഒരു മുഴം താഴെ നീ ഒരു കിളിവാതിലുണ്ടാക്കണം. സ്തോത്രം. നോഹ അങ്ങനെ തന്നെ ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് സ്തോത്രം പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. സകല മൃഗങ്ങളിൽ നിന്നും ഈരണ്ടിനെ കൊണ്ടുവന്ന് ദൈവം കയറ്റി. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പെട്ടകത്തിനകത്ത് ഒരു വർഷത്തിലധികം കഴിയേണ്ടതിനുള്ള ഭക്ഷണ സാധനങ്ങളുമെല്ലാം വേണം. ഇതിനോടൊപ്പം കഴിയത്തക്കവണ്ണമുള്ള കൃപ വേണം. പക്ഷെ അതെല്ലാം ദൈവം കൊടുത്തു. ഞാൻ പറയട്ടെ, ദൈവം ഒരു കൃപ നമ്മുടെ മേൽ പകർന്നാൽ ഒരു മനുഷ്യ ആയുസ്സിൽ എന്തെല്ലാം ചെയ്തെടുക്കണമോ അതെല്ലാം ചെയ്തെടുക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപയാണ്. അതുകൊണ്ടാണ് സകല പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാനാകുന്നത് കൃപയാലാകുന്നു, മറ്റൊന്നുമല്ല. ഞാനാകുന്നത് കൃപയാലാകുന്നു, ഞാൻ നിൽക്കുന്നത് കൃപയാലാകുന്നു. ദൈവപൈതലെ, നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മിലുള്ള ഒന്നുമല്ല. ദൈവം നമ്മുടെ മേൽ പകർന്ന കൃപയാ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പെട്ടകത്തിനകത്തെല്ലാം കയറി. സ്തോത്രം. നോഹ കിളിവാതിലടച്ചു, ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്ന സ്തോത്രം, കിളിവാതിൽ ചെറുതാണ്. സ്തോത്രം. എന്നാൽ പെട്ടകത്തിൻ്റെ വാതിൽ വലുതാണ്. പക്ഷേ അടച്ചത് നോഹയല്ല, അടച്ചത് ദൈവമാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്ന ദൈവം കീല് തേച്ച് കാണും. ദൈവം കീല് തേച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല, ആർക്കും തുറന്നിട്ട് അടയ്ക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം അടച്ചു. ദൈവവൈതലേ, ഇന്ന് പകൽ മനസ്സിലാക്കണം, ദൈവകൃപ പ്രാപിച്ച് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച് നീ പെട്ടകത്തിനകത്ത് കയറിയാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ ന്യായവിധി പുറത്ത് നടക്കുമ്പോൾ ആ ന്യായവിധിയുടെ ഒന്നും പെട്ടകത്തിനകത്ത് കയറാതെ വണ്ണം വാതിലടച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ന്യായവിധിക്ക് പുറത്താണ്. അവന് ഹല്ലേലൂയ, ലോകത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ പെട്ടകത്തിനകത്ത് കയറിയ നോഹയും കുടുംബത്തിൽ ന്യായവിധിയിൽ നിന്ന് ഒഴിവായെങ്കിൽ, ഈ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറിയാൽ നീ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കും. സ്തോത്രം.